ഹായ് ഗായ്സ്, ഒരു ഗുരു ചാണക്യൻ പറയുന്നുണ്ട് 3 കാര്യങ്ങൾ രത്നത്തിന് തുല്യമാണെന്ന്. ആഹാരം, ജലം, മധുരമുള്ള വാക്ക്. അങ്ങനെ ഗുരു ചാണക്യൻ പറയുന്നത്. മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുക, മധുരമായി സംസാരിക്കുക. അപ്പോൾ ഇന്നൊരു കിട്ടിയൊരു വാക്ക്, ഒരു കോട്ട്, യസ്യ ചിത്തം ദ്രവീഭൂതം കൃപയാ സർവജന്തുഷു തസ്യ ജ്ഞാനേന മോക്ഷേണ കിം ജഡാഭസ്മ ലേപേനെ എന്ന് പറഞ്ഞാൽ, ആരുടെ മനസ്സാണോ സഹജീവികളുടെ കഷ്ടങ്ങളിൽ തപിക്കുന്നത് ആ വ്യക്തി ഈശ്വരാനുഗ്രഹത്തിന് പാത്രീഭൂതൻ തന്നെ. ഭസ്മലേപനവും ജഡാഭാരവുമൊന്നും വിഷയമേ അല്ല. വലിയ എൻ്റെ ലൈഫിൽ എപ്പോഴും ഓരോ വർഷവും ചിലപ്പോൾ ഓരോ മാസവും ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുകൾ വരും. നമ്മളിപ്പം ചിലരൊക്കെ ആണെങ്കിൽ ആ സമയത്ത് ആത്മഹത്യ ചെയ്യും. എനിക്ക് അതിനോട് അത്ര താല്പര്യമില്ല. വേദന എടുക്കത്തില്ലേ, നമ്മൾ കയറൊക്കെ ഇട്ട് തൂങ്ങുമ്പോഴൊക്കെ വേദനിക്കുമല്ലോ, വേദന പേടിയായിരിക്കും, ബാക്കി എന്തുമൊക്കെ സഹിക്കാം. അപ്പോൾ ഞാൻ രക്ഷപ്പെട്ടു പോകുന്നത് എന്ത് കൊണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ, എനിക്ക് വേറെ ആൾക്കാർ കഷ്ടപ്പെടുന്ന കാണുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് വരും, നമുക്ക് സങ്കടം വരും. വേറെ ആൾക്കാർ എന്തെങ്കിലും നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഇപ്പോൾ ഒന്നും പറ്റുന്നില്ല, ഞാൻ തന്നെ സങ്കടപ്പെട്ടിരിക്കുക. അപ്പോൾ നമ്മൾ വേറൊരാളുടെ കഷ്ടത്തിൽ സങ്കടപ്പെടുമ്പോൾ പ്രയോജനമായി പറയുന്നത് സയൻസും ഉണ്ട് അതിനകത്ത് കേട്ടോ. നമ്മളൊരാളോട് ദയവ് കാണിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ബിപിയും ഷുഗറും ഒക്കെ കുറയുമെന്ന് പറയുന്നത്, നമ്മുടെ അകത്തുനിന്ന് പോകുന്ന ദയവ് മറ്റൊരാളോട്. അപ്പോൾ ഇത് ചാണക്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്, നോക്കാം നമുക്ക്. ഒരു പീഡ എറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയും സദാ എന്ന് ശ്രീനാരായണ ഗുരു ദേവൻ പറഞ്ഞിട്ടുണ്ട്. ഒരു പീഡ എറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയും സദാ എന്ന്, ഒരു എറുമ്പിന് പോലും ഒരു പീഡ വരുത്തരുതെന്നാണ് പറയുന്നത്. അപ്പം എല്ലാ ജന്തുക്കളിലും കുടികൊള്ളുന്ന ഈശ്വര ചൈതന്യം ഒന്നു തന്നെ. അപ്പോൾ പ്രാണിഹിംസ എന്ന് പറയുന്നത് ഈശ്വര നിഷേധമാണ്. അപ്പോൾ നിന്റെ പ്രകൃതത്താലല്ല പ്രവൃത്തിയാൽ നീ അറിയപ്പെടണം എന്ന് കേനോപനിഷത്തിൽ പറയുന്നുണ്ട്. അതുപോലെ ഖുറാനിൽ എന്താ പറയുന്നത്, അയൽക്കാരൻ പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ചുണ്ടിട്ട് എന്നെ പ്രാർത്ഥിക്കുന്നവൻ ഒരിക്കലും നമ്മോട് ചേരുകയില്ല. സന്യാസമെന്ന പേരിൽ ഇന്ന് പല കാട്ടിക്കൂട്ടലുകളും നടക്കുന്നു, അത് സ്വന്തം സാമ്രാജ്യം വികസിപ്പിക്കാൻ മാത്രം. നിങ്ങളാരായാലും എനിക്ക് ദക്ഷിണ തന്നാൽ മോക്ഷം റെഡി എന്ന് പറയുന്ന മൊത്തക്കച്ചവടക്കാർ നല്ല നാണയങ്ങളുമുണ്ട്. പക്ഷെ ഇതൊന്നുമല്ല സന്യാസം. അപരൻ്റെ പ്രിയമാണ് എനിക്ക് പ്രിയം എന്ന ഉൾക്കാഴ്ചയിലേക്ക് എത്തിച്ചേരണം. എല്ലാ അറിവുകളോ വേഷം കെട്ടലുകളോ ഇല്ലാതിരുന്നിട്ടും സഹജീവികളുടെ പ്രിയം ആഗ്രഹിച്ചവരെയാണ് ലോകം ആദരിക്കുന്നത്. സഹജീവികളുടെ പ്രിയം, സഹജീവികളുടെ കഷ്ടത്തിൽ വിഷമിച്ചിട്ടുള്ള സഹജീവികളെ സഹായിച്ചിട്ടുള്ളവരെയാണ് ലോകം എപ്പോഴും ആദരിച്ചിട്ടുള്ളത്. നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്ന മനുഷ്യരെ നമുക്ക് തിരിച്ചറിയാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നമ്മൾ ദൂരെയുള്ളവരെ എങ്ങനെ തിരിച്ചറിയും, അവരെങ്ങനെ സഹായിക്കും? അപ്പോൾ ആരുടെ മനസ്സാണോ സഹജീവികളുടെ കൂടെയുള്ള ആൾക്കാരുടെ കഷ്ടങ്ങളിൽ തപിക്കുന്നത് ആ വ്യക്തി ഈശ്വരാനുഗ്രഹത്തിന് പാത്രീഭൂതൻ തന്നെ. ഭസ്മലേപനവും ജഡാഭാരമൊന്നും വിഷയമല്ല. നമ്മൾ കുറേ ഭസ്മമായിട്ട് നമ്മൾ കുറേ പ്രാർത്ഥിച്ച് പൂജിച്ചിട്ടൊന്നും കാര്യമില്ല. കുറേ നാളായിട്ട് നമ്മളോട് വന്ന് ഇങ്ങനെ എന്തെങ്കിലും ദുരിതങ്ങൾ പറയുന്ന ഒരാൾക്ക് നമുക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടുണ്ടോ എന്നൊന്ന് ആലോചിച്ച് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കൊടുത്ത് നോക്കൂ. ആ വരുന്ന ചേഞ്ചസ് നമ്മൾക്ക് ബുദ്ധിമുട്ടുകളില്ലാതെ ബുദ്ധിമുട്ടുകളില്ലാതെ ജീവിക്കാൻ പറ്റും. അപ്പോൾ സഹജീവികളുടെ കഷ്ടങ്ങൾ കൂടെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം എന്നുണ്ട്. ഓക്കെ, ബൈ.